സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ചുമതല പയ്യന്നൂരിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളത് വിമർശനാത്മകമായി വസ്തുതാപരമായി പരിശോധിക്കുകയും ശരിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥിക്കുക മാത്രമേ ഞാൻ ആ കാര്യത്തിൽ ചെയ്യുന്നുള്ളൂ. കാരണം അത് വ്യക്തി ചെയ്യേണ്ട ചുമതല എന്റേതല്ല, അത് നിങ്ങളുടേതാണ്. നിങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. എന്നാൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ പറയാനേ പാടില്ല, പറയാൻ മുതിർന്നത് തന്നെ അസംഖ്യമായ തെറ്റായിപ്പോയി എന്ന് പറയുന്നത്, എന്ന് വാദിക്കുന്നത് ഭയചകിതരാണ്. ഒരാൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് ആ പറയുന്ന ആളിനെ ഭയന്നിട്ടല്ല, ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരെ ഭയമാനവും സന്തോഷവുമുണ്ട് എന്നാണ് പറയുന്നത്. ഈ പുസ്തകം വായിച്ചപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ളൊരു ടോൺ, അതൊരു ആന്തരികമായ വികാരം എന്ന് പറയുന്നത് ഒരു ആക്രോശമല്ല, എതിർശക്തിയോട് തന്റെ 50 വർഷമായി ഒരു രാഷ്ട്രീയ കക്ഷിയിൽ വിശ്വസിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ആത്മാർപ്പണം ചെയ്യുകയും ചെയ്ത ഒരു സഖാവ് പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പാർട്ടി വഴിതെറ്റിയാണ് പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഉണ്ടായ പരുക്കുകളിൽ വിലപിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. തന്റെ യത്നം, തന്റെ പ്രയത്നം, തന്റെ സതുദ്ദേശം ഇങ്ങനെയായിപ്പോയതിനൊരു വേദനയാണ് ഈ പുസ്തകത്തിന്റെ ആന്തരികമായ വികാരമായിട്ട് എനിക്ക് തോന്നിയത്. കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു പോവുക എന്നും ആഗ്രഹിക്കുകയാണ്. ഈ പ്രസാദ ചടങ്ങിൽ ആളുകൾ പങ്കെടുക്കുന്നതിനെ തടയാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ 2-3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് പോലീസിൽ നിന്ന് ഈ പുസ്തക പ്രകാശനം ചടങ്ങ് മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് എന്നോട് അന്വേഷിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, അങ്ങനെ മാറ്റിവെച്ചിട്ടില്ല, അത് നിശ്ചയിച്ച രീതിയിൽ തന്നെ നടത്തും എന്ന് സൂചിപ്പിച്ചു. അന്ന് തന്നെ ഉച്ചയോടുകൂടി 2-3 മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ച് ഇതേ കാര്യം അന്വേഷിച്ചു. ചോദിക്കാനെന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ നവമാധ്യമങ്ങളിൽ ഇങ്ങനെ പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചതായി പ്രചരിക്കുന്നുണ്ട്, അതുകൊണ്ട് വിളിച്ചതാണ് എന്ന് അവർ സൂചിപ്പിച്ചു. പണ്ട് കണ്ടിട്ടുണ്ട് ഈ മധു, അയാളിപ്പോ കൗൺസിലർ വന്നു, നഗരസഭാ കൗൺസിലറാണ്. അപ്പോ ഈ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ക്രമക്കേടുകളാണ് ഈ 3 ഫണ്ടും പരിശോധന ചെയ്യുന്ന ഒരേ സമയത്താണ്. ഏതെങ്കിലും ഒന്നിൽ കൃത്രിമില്ലാതിരിക്കണ്ടേ, ഏതെങ്കിലും ഒന്നിൽ തിരുമതിയില്ലാതിരിക്കണ്ടേ, ഏതെങ്കിലും ഒന്നിൽ ധനാപകരണം നടക്കാതിരിക്കണ്ടേ. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് പറ്റിപ്പോയി, തിരുത്താൻ അവസരം കൊടുക്കാം എന്ന് നമുക്ക് ആശ്വസിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഇത് 3 ഫണ്ടിൽ, ഇതിന് മുമ്പത്തെ ഫണ്ടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അതൊന്നും ഉറപ്പിച്ചില്ല എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ നിലയിലേക്കാണ് പയ്യന്നൂരിലെ കാര്യങ്ങൾ പോകുന്നത്.
ഗീബൽസിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് കാലത്ത് അവരുപയോഗപ്പെടുത്തിയതാണെങ്കിൽ ഫാസിസത്തിന്റെ പഴയകാലത്തെ അന്ത്യത്തോടുകൂടി പുതിയ കാലത്ത് പുതിയ രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് നമുക്ക് കരുതാനാകില്ല. പുതിയ കാലത്ത് പുതിയ രീതിയിൽ പുതിയ പലരും ആ സിദ്ധാന്തം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിലൂടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ചടങ്ങിന് ശേഷം പറയാനുള്ള മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാം എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ ജോസഫ് സി മാത്യുവിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ വി എസ് അനിൽകുമാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്നലെ വെള്ളൂരിൽ തന്നെ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായി. വെള്ളൂരിലെ പ്രധാനപ്പെട്ട നാടക പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ സർഗം ദാമുവിന്റെ കുറെ ഫോട്ടോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊട്ടണശ്ശേരി ഉത്സവ സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ വെള്ളൂർ നോർത്ത് മേഖലാ കമ്മിറ്റി ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. ഇന്നലെ പകൽ കോളത്തുള്ള ഒരു നോവലിസ്റ്റാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രാത്രി ഒരു 10-11 മണിയാകുമ്പോ ഉത്തരവാദപ്പെട്ടതിലെ ആളുകൾ പോയി ഇന്ന് നടത്താൻ പറ്റില്ല, ഈ ഫോട്ടോ പ്രദർശനം നടത്താൻ പറ്റില്ല. ഡിവൈഎഫ്ഐക്കാരോടാണ് പറയുന്നത്. അവരുടെ നേതൃത്വത്തിൽപ്പെട്ടത് തന്നെയാണ് പറയുന്നത്. എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോ ദാമു സർഗത്തിന്റെ ഫോട്ടോ ആണ് ഇതിൽ കൂടുതൽ. അതുകൊണ്ട് ദാമു സർഗത്തിന്റെ ഫോട്ടോ അങ്ങനെ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ആ ഫോട്ടോ പ്രദർശനം നിർത്തിവെക്കാൻ ഇടപെട്ടത്. ഇന്നലെ രാത്രി 10-11 മണിയോടുകൂടി ആ പ്രദർശനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നവര് പുനരാരംഭിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പുനരാരംഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ പ്രദേശത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ നിലയിൽ പ്രകോപനമുണ്ടാക്കാൻ, അക്രമങ്ങൾ സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് മുന്നോട്ടു പോകാൻ സന്നദ്ധമാകുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചരണങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനെന്തോ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തോതിലുള്ള പ്രചാരവേല നവമാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സദസ്സിന് മുമ്പാകെ പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള
അശ്ലീല സന്ദേശങ്ങളടക്കം ഈ നവമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ സ്ഥാപിക്കത്തക്ക നിലയിലുള്ള തനി കള്ളത്തരങ്ങൾ, അസത്യം പ്രചരിപ്പിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. Okay.